വെട്ടുമാനെ വെട്ട്. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഹായ്, സെറ വെള്ളോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കാട്ടിലാന്ന് വിചാരിക്കുന്നത്, റിസോർട്ടാണ്. ചെറുതായിട്ടൊന്ന് കാടി കയറിപ്പോയി, ലോക്ക്ഡൌണിലാണ്. പക്ഷെ ഇതൊന്നും അല്ല ശരിക്കും റിസോർട്ട് അടിപൊളിയാണ്. അത് നമുക്ക് താഴോട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊളമാവിലുള്ള ഗ്രീൻബർഗ് എന്ന് പറയുന്ന റിസോർട്ടിലാണ്. അപ്പം അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ലോഗ് നിറച്ച്. അപ്പം അതിലോട്ട് പോകാം. പിന്നെ ഒരു കാര്യം, ഇന്ന് സെറേനും കൂട്ടിയിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ ഒരു കുറവ് കാണും. തൊടുപുഴ ഇടുക്കി റൂട്ടിലെ കുളമാവിന് മുന്നെയാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല തണുത്ത കാലാവസ്ഥയായിരിക്കും. നല്ല കാറ്റും കോടമഞ്ഞും. 70 ഏക്കർ സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ശരിക്കും കുട്ടികളായിട്ട് ഉള്ള ആളുകൾക്ക് വളരെ കൗതുകമായി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫാമുണ്ട്. ആ ഫാമിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ആദ്യമേ ഫാമിൽ പോകും, അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ കാണും. പിന്നെ വന്നിട്ട് ട്രക്കിങ്ങിന് പോകും. ട്രക്കിങ്ങിന് പോയ ശേഷം വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യും. അത് കഴിഞ്ഞ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യും. അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി. അപ്പോൾ ഇതെല്ലാത്തിലും പോകുന്നുണ്ട്. പിന്നെ ഗൈഡുണ്ട്. അവരുടെ സേവനം രാവിലെ മുതൽ വൈകുന്നേരം വരെ സൗജന്യമാണ്. നമ്മളെ എല്ലാ കാര്യങ്ങളിലും അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസിനും ഓരോരോ ആളുകൾ കാണും. സ്വിമ്മിംഗ് പൂൾ ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. സ്വിമ്മിംഗ് പൂള് കുട്ടികൾക്ക് വേണ്ടിയിട്ടുമുണ്ട്, മുതിർന്നവർക്ക് വേണ്ടിയിട്ടുമുണ്ട്. അതാണ് ഒരു പ്രത്യേകത. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പാർക്കും കാര്യങ്ങളും ഉണ്ട്. ടേബിൾ ടെന്നീസ്, ക്യാരംസ് പോലുള്ള ഇൻഡോർ ഗെയിമുകളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഉച്ച കഴിഞ്ഞ് എത്തിയത് കൊണ്ട് ഇന്നിപ്പം ആക്ടിവിറ്റീസുകളൊന്നും നടത്തുന്നില്ല. നമ്മളിപ്പം ഫാമിലോട്ടാണ് പോകുന്നത്. ഫാമിലെ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരത്തെ അസ്തമയൊക്കെ കണ്ടിട്ട് നാളെ രാവിലെ ട്രക്കിങ് ആക്ടിവിറ്റീസും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഫാമിലോട്ട് പോകാം. ഫാമിലെ എന്താണ് കാണാനുള്ളതെന്ന് നോക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഫാം ഭയങ്കര കൗതുകമായിരിക്കും. കാരണം ഇത്രയധികം മൃഗങ്ങളെയൊക്കെ ഒന്നിച്ച് കാണുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു കൗതുകരമായിട്ടുള്ള കാര്യം തന്നെയാണ്.
പ്രത്യേകിച്ച് ടൗൺ ഏരിയയിൽ നിന്ന് വരുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു കൗതുകം തന്നെയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയ, പക്ഷെ മഴ കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല, തിരിച്ചു ഓടി വരേണ്ടി വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ട്രക്കിങ്ങിന് പോകണം. ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആക്ടിവിറ്റീസ് എല്ലാം നടത്തുന്നത്, വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്നാണ് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പൊ നമുക്ക് ട്രക്കിങ്ങിന് പോവാം. ഇതേ മലയുടെ മണ്ടയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് കാണാം. വാ. ദൂരെ കാണുന്നതാണ് നമ്മൾ ഇന്നലെ പോയ ഫാം. താഴെ കാണുന്നതാണ് മൂലമറ്റം പവർ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ കേരളത്തോട്ട് മൊത്തം കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൌണിന്റെ സമയത്ത് മൊത്തം കാട് കയറിയുണ്ട്. അതിപ്പം കാട് വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഇവിടെ പലതരത്തിലുള്ള പല റേറ്റിലുള്ള കോട്ടേജുകളുണ്ട്. രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പാക്കേജിൽ 3 തരം ആഹാരവും അതുപോലെ തന്നെ ട്രക്കിങ്,
ഈ ആക്ടിവിറ്റീസ്, വാട്ടർ ആക്ടിവിറ്റീസ്, റോപ്പ് ആക്ടിവിറ്റീസ് തുടങ്ങി ഈ റിസോർട്ട് ഫുള്ളായിട്ടൊരു ദിവസം മൊത്തത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ആണ് അവർ ആ പാക്കേജ് ക്രമീകരിച്ചിട്ടുള്ളത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അത് കിട്ടി റൈറ്റ് ഹാൻഡ് ഈ കടുവൽ കിട്ടി എന്നിട്ട് അത് ചോക്കും കാലെടുക്ക് പറ്റുന്നില്ലേ? പറ്റുന്നില്ല തിരിച്ച് കയറി വരണോ? വെട്ടുപോനായിട്ട് തളരരുത് രാമൻകുട്ടി, തളരരുത്. കണ്ടുപിടിച്ചു ടെക്നിക്ക്.